കടലിടുക്ക് തുറക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം മുഴക്കിയിട്ടും കുലുക്കമില്ലാതെ ഇറാൻ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 മുമ്പ് കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി തകർക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും വഴങ്ങില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ട്രംപിന്റെ മുന്നറിയിപ്പ് അപ്രസക്തമാകാതിരിക്കാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകളും തുടരുന്നുണ്ട്. എന്നാൽ അടിയന്തര വെടിനിർത്തലിനായി പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നിവർ ആവിഷ്കരിച്ച സമാധാന കരാർ ഇറാൻ തള്ളി. ഹോർമുസ് ഉടൻ തുറക്കില്ലെന്നും അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തലല്ല, പകരം യുദ്ധം പൂർണ്ണമായി നിർത്തുകയാണ് വേണ്ടത് എന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് പ്രോട്ടോകോൾ വേണം, രാജ്യത്തിന് മേലുള്ള ഉപരോധങ്ങൾ നീക്കണം തുടങ്ങിയ ഡിമാൻഡുകളും മുന്നോട്ട് വെച്ചു. 2 ഘട്ടങ്ങളായി തിരിച്ച സമാധാന കരാറിന്റെ ആദ്യ ഭാഗത്ത് 45 ദിവസത്തെ വെടിനിർത്തലാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനുള്ളിൽ ചർച്ച നടത്തി സ്ഥിരധാരണയിലെത്താമെന്നും ചൂണ്ടിക്കാട്ടി. USന്റെ സമയപരിധികൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇറാന്റെ നിലപാട്. റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി മജീദ് ഖദേമിയെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതും അസ്ലുയയിലെയും മർവശത്തിലെയും പെട്രോകെമിക്കൽ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതും ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ്സിന്റെ മുൻ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസേമിയും കഴിഞ്ഞ ജൂണിൽ US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പെട്രോകെമിക്കൽ കേന്ദ്രമാണ് അസുലിയ. ഇറാന്റെ തിരിച്ചടി ഉണ്ടാകാമെന്നതിനാൽ ഗൾഫ് രാജ്യങ്ങളിലെ പെട്രോകെമിക്കൽ കേന്ദ്രങ്ങൾ ജാഗ്രതയിലാണ്. ഇന്നലെ പുലർച്ചെ USഉം ഇസ്രയേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ 25-ലേറെ പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെ ഡേറ്റാ സെന്ററിൽ മിസൈൽ പതിക്കുകയും ചെയ്തു. തൊട്ടടുത്ത പ്രകൃതിവാതക വിതരണ കേന്ദ്രം തകർന്നു. ഇസ്ലാം ഷഹർ, ഖോം തുടങ്ങിയ നഗരങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടു. രാജ്യത്ത് വെടിവെച്ച് വീഴ്ത്തിയ US യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷിക്കാൻ നടന്ന അമേരിക്കൻ ദൌത്യം യുറേനിയം മോഷ്ടിക്കാനുള്ള ശ്രമമായിരിക്കാമെന്ന് ഇറാന്റെ ആരോപണവുമാണ്. പൈലറ്റ് ഒളിവിൽ കഴിഞ്ഞെന്ന് പറയുന്ന കോഗുലിയ ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ ഇന്നലെ ഇസ്ഫഹാനിൽ US വിമാനങ്ങൾ ഇറങ്ങിയതിന്റെ ലക്ഷ്യം സംശയാസ്പദമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതിനിടെ അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക F-15E പോർ വിമാനത്തെ വെടിവെച്ചിടാൻ ഇറാൻ പ്രയോഗിച്ചത് പുതിയ ആയുധമാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു. സഖർ 1 അല്ലെങ്കിൽ SA-67 എന്നറിയപ്പെടുന്ന പ്രത്യേകതരം മിസൈലാണ് US വിമാനങ്ങളെ ലക്ഷ്യമിട്ടത്. ഈ മിസൈൽ ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഉദാഹരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അസാധാരണമായ ആക്രമണ ശൈലിയാണ് ഈ മിസൈലിനെ വേറിട്ട് നിർത്തുന്നത്. നൂതന സാങ്കേതിക വിദ്യയും കുറഞ്ഞ ചെലവുള്ള ഈ മിസൈൽ ഇറാന്റെ തന്ത്രപ്രധാനമായ ആയുധമായി മാറിയിരിക്കുകയാണ്. സാധാരണ മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി വിക്ഷേപിച്ച് ഉടൻ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നതിന് പകരം നിശ്ചിത ആകാശപരിധിയിൽ 8 ആകൃതിയിൽ ചുറ്റിപ്പറന്ന് ശത്രുവിനെ നിരീക്ഷിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. റോക്കറ്റ് ബൂസ്റ്റർ ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന മിസൈൽ പിന്നീട് ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് അന്തരീക്ഷത്തിൽ നിലയുറപ്പിക്കുന്നത്. ഇൻഫ്രാറെഡ്, സീക്കർ, ഒപ്റ്റിക്കൽ, ലേസർ, പ്രോക്സിമിറ്റി ഫ്യൂസ് എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യത്തെ കൃത്യമായി തകർക്കാൻ ഇതിന് സാധിക്കും. ഏകദേശം 9 അടി നീളമുള്ള ഈ മിസൈൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത വിധം കുറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ മാത്രമാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. അതിനാൽ യുദ്ധവിമാനങ്ങളിലെ AESA റഡാറുകൾക്ക് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വികസിപ്പിച്ചതായി കരുതുന്ന ഈ മിസൈൽ ഹൂതി വിമതരും ഹിസ്ബുള്ളയും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ ആയുധം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പോലും ഭീഷണിയാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇതിനിടെ അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് 2 വിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് US ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഇത്തരം പുതിയ സാങ്കേതിക ആയുധങ്ങൾ യുദ്ധരംഗത്തെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതാണ് വിദഗ്ധരുടെ പൊതുവായ വിലയിരുത്തൽ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മുജ്തബ ഖമനേയി ഭരണനിർവഹണത്തിന് കഴിയാത്ത വിധം അശക്തനാണെന്നും ഖോം നഗരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് പത്രം ദി ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ രാജ്യത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് പൂർണ്ണമായും ഏറ്റെടുത്തതായാണ് സൂചന. അലി ഖമനേയി കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നിലവിൽ അദ്ദേഹം ബോധരഹിതനാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.